യുവമോർച്ച ജില്ലാ ജനറൽ സെക്രട്ടറിയായിരുന്ന ഗോപു പരമശിവന്റെ ക്രൂര പീഡനം മാതൃഭൂമി ന്യൂസിനോട് വിവരിച്ച യുവതി. ബെൽറ്റും ഷൂസും ചട്ടുകവും മറ്റും ഉപയോഗിച്ച് മർദ്ദനം പതിവെന്നും തന്റെ സ്വാധീനമടക്കം ചൂണ്ടിക്കാട്ടി ഭീഷണിപ്പെടുത്തിയായിരുന്നു ആക്രമണമെന്നും യുവതി. അതിനിടെ സംഭവം വിവാദമാവുകയും അറസ്റ്റ് ഉണ്ടാവുകയും ചെയ്തതോടെ ഗോപുവിനെ BJP പുറത്താക്കി. അതേസമയം ഗോപുവിനെതിരെ കൂടുതൽ പരാതികൾ രജിസ്റ്റർ ചെയ്തു. ഒപ്പം താമസിച്ചിരുന്ന യുവതിയെ അതിക്രൂരമായി മർദ്ദിച്ച കേസിൽ കഴിഞ്ഞ ദിവസം യുവമോർച്ച ജില്ലാ ജനറൽ സെക്രട്ടറിയായിരുന്ന ഗോപു പരമശിവൻ അറസ്റ്റിലായിരുന്നു. ഇതിനു പിന്നാലെയാണ് യുവതി താൻ നേരിട്ട ബുദ്ധിമുട്ടുകളടക്കം ക്രൂരതകളടക്കം മാതൃഭൂമി ന്യൂസിനോട് വെളിപ്പെടുത്തിയത്. എല്ലാ ദിവസവും മർദ്ദനം പതിവായിരുന്നു എന്നതാണ് അവർ പറഞ്ഞത്. കഴിഞ്ഞ 5 വർഷമായി തങ്ങൾ ഒരുമിച്ച് താമസിക്കാൻ തുടങ്ങിയിട്ട് നിസ്സാര കാര്യങ്ങൾക്ക് വരെ ക്രൂരമായ മർദ്ദനമാണ് ഏറ്റുവാങ്ങേണ്ടി വന്നത്. BJP നേതാക്കളോടൊന്നും പരാതി പറഞ്ഞിട്ട് കാര്യമുണ്ടായിരുന്നില്ല എന്ന കാര്യവും അവർ സൂചിപ്പിച്ചു. ചാർജറിൻ്റെ കേബിള്, കയ്യില് ബെൽറ്റ്, ചട്ടകം, പിന്നെ എക്സ്റ്റൻഷൻ കേബിള്, അങ്ങനത്തെ ഒരുപാട് സാധനങ്ങളെടുത്ത് ഉപയോഗിച്ചു. എനിക്ക് മടുത്തു. ഇന്നലെ എന്നെ മരണഭയം വന്നു. എനിക്ക് എന്നെ ശ്വാസം മുട്ടിച്ച് എന്നെ കൊല്ലാൻ നോക്കി. ഞാൻ ബോധം കെട്ട് വീണ്ടും ഹെൽമെറ്റ് എടുത്ത് ഞാൻ താഴെ വെച്ചു. ഹെൽമെറ്റ് താഴെ വെച്ചതിനാണ് ഇന്നലെ എന്നെ ഉപദ്രവിച്ചത്. അതെന്നെ തല്ലി ആവശ്യത്തേക്ക് എൻ്റെ കയ്യിൽ മൊത്തം പാടുണ്ട്. എൻ്റെ ശരീരത്തിൽ മൊത്തം ഉപദ്രവിച്ചതിൻ്റെ പാടുകളാണ് ഈ കാണുന്നത്. പേടിയായിരുന്നു, ഇവൻ എന്നെ ഉപദ്രവിക്കുമോ എന്നുള്ള പേടി. എനിക്ക് പുറത്തോട്ട് ഇറങ്ങാൻ പറ്റുള്ള, ആരോട് സംസാരിക്കാൻ പറ്റുള്ള, ആരെയും കോണ്ടാക്ട് ചെയ്യാൻ പറ്റുള്ള, എന്നെ ഇവിടെ പേടിപ്പിച്ച് എന്നെ നിർത്തിയേക്കണേണ് ആ വീട്ടിൽ. എന്നെ തല്ലി കഴിഞ്ഞതിന് ശേഷം അവൻ തന്നെ എൻ്റെ ഫോട്ടോ എടുത്ത് വെക്കും, ഈ തല്ലിയതിൻ്റെ പാടുകൾ. എന്നിട്ട് അവൻ പറയും എനിക്കിത് ഹരമാണ്, നിന്നെ ഉപദ്രവിക്കണത് എനിക്ക് ഹരമാണെന്ന് പറയും. ആരെയും പേടിയില്ല, എല്ലാവരും എൻ്റെ കയ്യിലുണ്ട്. സ്പെഷ്യൽ ബ്രാഞ്ചിൽ SIനെ വിളിക്കണോ, എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ അവരൊക്കെ എൻ്റെ കയ്യിലാണ് ഇരിക്കണം എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഒരുപാട് ഇത് പറയാറുണ്ട്. അതിനിടെ സംഭവം വിവാദമായതിനു പിന്നാലെ ഗോപുവിനെതിരെ BJP നടപടിയെടുത്തു. ഗോപുവിനെ പാർട്ടിയുടെ പ്രാഥമിക അംഗത്വത്തിൽ നിന്ന് പുറത്താക്കിയതായി BJP നേതൃത്വം വ്യക്തമാക്കി. ഗോപു അറസ്റ്റിലായതോടുകൂടി ഗോപുവിനെതിരെ കൂടുതൽ പരാതികൾ ഇപ്പോൾ പുറത്തേക്ക് വരികയാണ്. കഴിഞ്ഞ ദിവസം BJPയുടെ ജില്ലാ ഓഫീസിലെ ജീവനക്കാരിയായിരുന്ന ലിജി മാതൃഭൂമി ന്യൂസിനോട് ചില കാര്യങ്ങൾ തുറന്നു പറഞ്ഞിരുന്നു. അവർ പറഞ്ഞത് ഗോപു തന്നിൽ നിന്ന് പണം തട്ടി, മാത്രമല്ല തനിക്കെതിരെ അപവാദ പ്രചരണവും നടത്തി എന്നതാണ്. ഇക്കാര്യം ജില്ലാ നേതൃത്വത്തോടക്കം പറഞ്ഞപ്പോൾ തന്നെ ജോലിയിൽ നിന്ന് മാറ്റുകയും ഗോപുവിന് സംരക്ഷണം ഒരുക്കുകയുമാണ് ചെയ്തത് എന്നും അവർ പറഞ്ഞു. അവർ പോലീസിലും ഇപ്പോൾ ഈ ഗോപുവിനെതിരെ പരാതി നൽകിയിട്ടുണ്ട്. ഇതോടൊപ്പം ഗോപുവിൻ്റെ പശ്ചാത്തലം ശരിയല്ല, ഗോപുവിനെ നിർണായക ചുമതലയിൽ കൊണ്ടുവരരുത് എന്ന് ജില്ലാ നേതൃത്വത്തോട്, ജില്ലാധ്യക്ഷനോടക്കം തങ്ങൾ പറഞ്ഞിരുന്നുവെന്ന് പാർട്ടിയിലെ വലിയൊരു വിഭാഗം നേതാക്കൾ പങ്കുവയ്ക്കുന്നുണ്ട് ആ വിവരങ്ങൾ. എന്നാൽ അതൊന്നും ചെവിക്കൊണ്ടില്ല. മറിച്ച് യുവമോർച്ചയുടെ ജില്ലാ ജനറൽ സെക്രട്ടറി എന്ന സുപ്രധാന പദവിയിലേക്ക് ഈ ഗോപുവിനെ അവരോധിക്കുകയാണ് നേതൃത്വം ചെയ്തത് എന്നതാണ് അവർ പറയുന്നത്. നിലവിൽ ഇപ്പോൾ അറസ്റ്റ് ഉണ്ടായതോടുകൂടി ജില്ലാ നേതൃത്വത്തിനെതിരെ ഒരു വിഭാഗം ഇപ്പോൾ രംഗത്ത് വന്നിരിക്കുകയാണ്. എന്നാൽ ഗോപുവിനെ തങ്ങൾ സംരക്ഷിച്ചിട്ടില്ല എന്ന നിലപാടിലാണ് എറണാകുളം ജില്ലാ നേതൃത്വം. കേസ് വന്നതിന് പിന്നാലെ നടപടിയെടുത്തു എന്നതാണ് അവർ പറയുന്നത്. എന്നാൽ മുൻപ് പല നേതാക്കളും ഗോപുവിനെ ചുമതലയിലേക്ക് കൊണ്ടുവരുന്നത് എന്ന് പറഞ്ഞപ്പോൾ അതിൽ എന്തുകൊണ്ട് കൃത്യമായിട്ടുള്ള നടപടി സ്വീകരിച്ചില്ല എന്ന കാര്യത്തിന് വ്യക്തമായിട്ടുള്ള മറുപടി ജില്ലാ നേതൃത്വം വ്യക്തമാക്കുന്നുമില്ല. ക്യാമറമാൻ നിഖിൽ ജോസഫിനൊപ്പം S രാഗിൻ, മാതൃഭൂമി ന്യൂസ്, കൊച്ചി.